TVA വേഴ്സസ് KVA സിറ്റുവേഷൻ. അതായത് അത് ഡേ ബൈ ഡേ വൾഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സിറ്റുവേഷനിൽ നീഗന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നതിന് ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സോറി പറഞ്ഞതാണ്. പക്ഷേ TV ആണെന്ന് അറിഞ്ഞിട്ടും എന്താ തള്ളയുള്ളിന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് രണ്ട് പ്ലേയേഴ്സ് ലൈവിലിരുന്ന് കുറച്ച് ഒരു മിനിറ്റ് കുണ്ണുങ്ങളെ. അപ്പോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി. അത് നീഗന് ബാഡായി. നീഗൻ പറഞ്ഞത് അവർക്കും ബാഡായി. ഇതിനൊരു പരിധിയുണ്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതിന്. അപ്പം അടുത്തൊരു ഇഷ്യൂ വരുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു വാറാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മേ ബി ചിലപ്പം ഞാനും കാസ്ട്രോ ഒന്നും ഇല്ലാത്ത സമയത്തോ അല്ല അപ്പാപ്പനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും അത് സംഭവിക്കാൻ പോണത്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റൂല. എനിക്ക് സത്യം പറഞ്ഞ അത് കുറച്ച് കൈവിട്ട കാര്യമാണ്. അതിലെന്താ ഒരു ഫിക്സ് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫിക്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് പറഞ്ഞതാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പാപ്പന് ഓൾറെഡി അറിയാം കേസ്. അപ്പാപ്പന് ഓൾറെഡി ഇത് അറിയാം. അപ്പാപ്പന് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓക്കെ. ഇതിപ്പോ ഇന്നലെ നീഗന്റെ കയ്യിൽ നിന്നും പോയി, പൃഥ്വിയുടെ മാവന്റെ എല്ലാം കയ്യിൽ നിന്ന് പോയി. അവരുടെ പോയിന്റ് POV നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആരെയും ബ്ലെയിം ചെയ്തില്ല. ഞാൻ പറഞ്ഞു നമ്മൾ നീറ്റൊന്നും പറയത്തില്ല. നീഗനെ എനിക്ക് ഇന്നലെ കൺട്രോൾ ചെയ്യാൻ നല്ല പാടുപെട്ടായിരുന്നു. അത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ അമ്മമാര് നല്ലവന്മാര് അവര് മാത്രം മോശം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയത്തില്ല. പക്ഷെ പറഞ്ഞു തരാം. കൊറേ തന്നെ ഇരുന്നാണെ കൊണ്ടച്ചി. എടാ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുക്കുട്ടൻ, എന്നത്തേക്കാവും ഞാൻ കണ്ടു. ഞാൻ പുറത്തുനിന്നെല്ലാം എന്നത്തേക്കാവുന്നൊരു ഇത് പറയോ? എന്റെ കേക്കുന്നില്ല, നിന്റെ സൗണ്ട് വിട്ടുവിട്ട് പോണ്. എടാ നിക്ക ഒരു മിനിറ്റ്, ഇതൊന്ന് ചോദിച്ചോട്ടെ. ഇമ്പോർട്ടന്റ് കാര്യമാ. എന്നത്തേക്ക് വരുമെന്ന് പറയണം. ഒരാഴ്ച 1 വീക്ക് നോക്കട്ടെ. എടാ നിങ്ങക്ക് PL ഉണ്ടോ? 15 പിങ്ങും ഉണ്ട്. പങ്കുണ്ട്, PL ഉണ്ട്. വില്ലന്താസ് പ്രീ ബുക്ക്ഡ് പിത്തൾ ശവകുടി അത് കണ്ടില്ല അണ്ണേ. പിത്തൾ തീരെ ഇത് കിട്ടി നമുക്ക്. പ്രീ ബുക്ക്ഡാ? വില്ലന്താ ഉടനുണ്ട്. ആള് പോയി. ഇനി നമ്മള് ചെയ്യണ്ടേ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അങ്ങേ അറ്റത്ത് ആ പൂച്ചക്ക് കൊടുക്കണേ. അത് കൊടുക്കാം. അത് ഇപ്പുറത്ത് വില്ലന്താസ്, അടുത്ത അപ്പുറത്ത് ഉടനുണ്ട്. അപ്പുറത്തായിരുന്നറിയോ അണ്ണാ? വില്ലംപ്രോ ഇതുകൊണ്ട് നാളെ തന്നെ കേറി കേട്ടാ. നാളെ തന്നെ വരുവേ. പിന്നല്ലാണ്ട് നാളെ കേറണ്ട്. ഇത് ആര് നീ വേണതാണത്? പിന്നല്ലാണ്ട് വേറെ ആരും വേണേ? CNB വേണത്. അപ്പൊ ഉറപ്പായിട്ടും കണ്ണൻചേട്ടൻ നാളെ വീട്ടിൽ വരും. ഇതിന്റെ CNB പ്രൊഡക്ഷൻ അല്ലേ? CNB മാർബിൾസ്. ചന്ദ്രനും ബാബു ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളേറ്റോണ ഞാനല്ലേ? ഒരാളിവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് കുട പിടിച്ചിരിക്കുന്നത്. എണ്ണീറ്റ് വണങ്ങടാ പുള്ളിയെ. നീക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളാ. കഷ്ടപ്പാടുകൾ എന്നൊക്കെ രക്ഷിച്ച ആളാ. അറിയാവോ അണ്ണ? വേറൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ PL പോയേ സിറ്റി കത്തി PL അടിച്ചാൽ ഈ പുണ്ടച്ചി തോളൊന്നും ഇറങ്ങൂല. ഹലോ കേക്കോ നിനക്ക്? സംസാരിക്കുന്നേ റീസ്റ്റാർട്ട് വേണോടാ? ഇനി റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ശരിയാവുള്ളൂ. PL 25 എന്നാ പറഞ്ഞേക്കോ എന്നൊരു കാര്യം പറയാം. ഈ നമ്മുടെ പിത്തൾജി ഇല്ലേ, പോണതിന് മുന്നേ പിത്തൾജിയുടെ പൂച്ച കൊടുത്തിട്ട് പോയതാണ് ബ്രിജുവിന്. അതായത് പൂച്ചയുടെ കൊച്ചാണ് ഇവൻ. പിത്തൾജിയുടെ പൂച്ചയുടെ കൊച്ചാണ് ബ്രിജു. ആണല്ലേ? അപ്പൊ ഓർമ്മയിൽ ഒരാളെങ്കിലും ഉണ്ടാവല്ലോ.
ഞാൻ ഇപ്പുറത്ത് പറയാൻ വന്ന പേരെന്ന് പറഞ്ഞ ഞാൻ നമ്മുടെ മിന്നിയണ്ണല്ലേ അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവകൂടി ഞാൻ ഒഴിച്ചിട്ടേക്കണേ. സൂൺ സൂൺ സൂൺ. എടാ ഒരു മിനിറ്റ് ഞാനിതൊന്ന് പിത്തൽജി വിളിച്ചത് കാണിച്ചു കൊടുത്തോട്ടെ. ഇതിവിടെ ഉണ്ടായിരുന്നാ? ആ ചേട്ടനെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഉണ്ടാക്കിയതാ. ഓ അതിനായിരുന്നല്ലേ ചോദിച്ചു. അതാണ് ഇന്നലെ ചോദിച്ചത് എന്റെ അടുത്ത്. അല്ല പിങ് PL. ഗോകുലുണ്ടെന്നാ? അയ്യോ ഇപ്പൊ ചന്ദ്രന്റെ കുഞ്ഞമ്മക്ക് വിളി കേൾക്കുക കേട്ടാ. എടാ എടുക്കുന്നില്ല, പുള്ളി എടുക്കുന്നില്ല. 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. എടാ പുള്ളി എടുക്കുന്നില്ലടാ. ഇത് കാണിക്കുന്നത് ഇത് പിത്തലിച്ച് എന്തോ മറ്റേ മനുഷ്യന് ഇത്ര വലിയ കല്ലറ. കുഞ്ഞമ്മയുടെ 2-3 ആൾക്ക് കിടക്കാം ഒരുമിച്ചിട്ട് ഇതിന്റെ ഉള്ളില്. ഇത് ആർക്കുള്ള ചന്ദ്ര? ചന്ദ്രന് ഇഷ്ടപ്പെട്ടത് ഇല്ല ഇത് എനിക്കുള്ളതാണ്. ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞില്ലേ മിന്നിയണ്ണൻ ഇപ്പൊ ഒരു വനാന്തരത്തിന് പോയിട്ടുള്ളതല്ലേ. ആളെ കരടി വല്ലതും കടിച്ചു കൊന്നാൽ ഞാൻ പറഞ്ഞാണ് ചിലപ്പോ അങ്ങനെ ഉണ്ടായേക്കാം. കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴേ വല്ല തുണി അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കകത്ത് പ്രൂവ് ചെയ്യാനാണ് എന്റെ ഒരു നിഗമനം. ബഡി ഞാൻ ലൈവിലാണേ. ബഡി ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്തോ എന്തോ വെഞ്ചരിപ്പിക്കണം സംഭവം വെഞ്ചരിപ്പിക്കണം. ഓക്കെ ഞാനൊരു കാര്യം നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ച കുറച്ച് ടീംസ് ഉണ്ട്. അവന്മാർ എന്റെ ജീവിതത്തില് എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കത്തില്ല. പക്ഷെ ന്യൂ ഇയർ ആവുന്നതിന് ഒരു 10-15 ദിവസം മുമ്പ് ന്യൂ ഇയറിന്റെ വെള്ളോടി പ്ലാൻ ചെയ്യാൻ ഞാൻ പഠിച്ചിറങ്ങിയതിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ വിളിക്കും. അവനെ ഇപ്പൊ വിളിച്ചത് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച എന്റെ കൂട്ടുകാരൻ. അവൻ വിളിക്കുമ്പോൾ ഞാൻ കലണ്ടർ നോക്കുന്ന പറയാം ആ ന്യൂ ഇയർ എത്തി, ക്രിസ്മസ് എത്തി. അവനവനെ വിളിച്ചത്. അവൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കൂട്ടുകാരെത്തി. അണ്ണനല്ല ആഗ്രഹം ഉണ്ടായതിൽ കല്ലറെ പറ്റി നമുക്ക് ഇതേ വേണ്ട നമുക്ക്. എടാ ചിരിച്ചോണ്ട് നിൽക്കണ ചന്ദ്ര പിള്ളേരുടെ മുമ്പ് വെച്ച് പിള്ളേരുടെ മുമ്പ് വെച്ച് എനിക്ക് പറയാൻ ഓടാ ഒന്ന് മാറിക്കോ നിങ്ങൾ രണ്ടുപേരും. നമുക്കൊന്നുമേ കല്ലറെ പറ്റി ആലോചിക്കുക പോലും വേണ്ട. എന്നെ നിന്നെയൊക്കെ ഏതെങ്കിലും ഗ്യാങ് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും വഴിയിലിട്ട് അവിടെ തന്നെ ദഹിപ്പിക്കും. നമുക്ക് കല്ലറ എന്തിനാ? ഇത് പുള്ളി ഒറ്റ വണ്ടി ഇടിച്ചു മരിച്ചു പോയതല്ലേ. പുള്ളിയുടെ അസ്ഥി കിട്ടി. നമുക്ക് അങ്ങനെ അതല്ല കഴിഞ്ഞ ദിവസം ഞാൻ ലോറി കൊണ്ട് ഇറക്കിയതാണ്, കണ്ടില്ലേ അത്? എടാ നമ്മളിവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ കത്തിക്കും. വഴി തന്നെ നമ്മുടെ ദഹനമൊക്കെ വല്ല ചാരം വല്ലതും കൊണ്ട് അടക്കാന്നല്ലാതെ. കാരണം എനിക്ക് സംശയം ഞാൻ മന്ദാരത്തിനെ പോലെ ഇമ്മോർട്ടൽ ആണോ എന്ന്. ഞാൻ ഇപ്പൊ ചാകുന്നില്ല സത്യം പറഞ്ഞ. എനിക്ക് മരണമില്ല. SRR വാറ ഞാൻ വെളിയിരുന്ന് POV ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റാഞ്ഞപ്പോഴേ. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ ലാസ്റ്റത്തെ അത് കണ്ട ലാസ്റ്റത്തെ അത് ഞാൻ ബാബുവിന് കൊടുക്കും. ജീവിച്ചിരിപ്പെട്ടത് അറിയിക്കുക ഇടയ്ക്കൊക്കെ വരും കേട്ടാ. അവനെ അതാണ് അവൻ വരും. അതുകൊണ്ട് അവൻ എന്തായാലും വരും. അവൻ ചിലപ്പോ വന്നിട്ട് എന്നെ ചിലപ്പോ കുഴിച്ചിടും അതിനകത്ത്. അതാണ് എന്റെ പേടി. സത്യം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് അടച്ചല്ലേ. ഉറക്കത്തിലൊക്കെ സ്ഥാനമോഹികളുണ്ട് ഇവിടെ. കൊണ്ട് കുഴിച്ചങ്ങിടും. നീ പേടിച്ചാ മതി. ഞാൻ പറയട്ടെ, നീ ഉറങ്ങി കിടക്കുമ്പോ ബാബു വന്ന് നേരെ നിന്നെ ഈ സ്ലാബിൽ ഇട്ട് അടയ്ക്കും. സത്യല്ലേ? ഒരു അതല്ലേ പറഞ്ഞേ അണ്ണാ. ഇത് മറ്റേ ഇത് വില്ലൻദാസിനുള്ളൊരു ഇതാണ്. ഇപ്പൊ വില്ലൻദാസ് ലാസ്റ്റ് എവിടെയാണ് പോയത്? അറിഞ്ഞൂടാ. കഥയൊക്കെ ഉണ്ടാക്കും നമ്മള്. ക്യാരക്ടർ എന്റെ പിന്നെ പറയാൻ പറ്റില്ല അണ്ണാ. അണ്ണാ ഇപ്പഴേ പറയാം. ശവകുടീരത്തിന് കയറി ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. ക്യാരക്ടറിന്റെ അതെ പിത്തർജി പോയി. പിത്തർജി ഇല്ല. നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റേ നമ്മുടെ
ടാബ് ഗുരു ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, നീ വരുന്നുണ്ടോ? അണ്ണം പോയി എനിക്ക് പോയി അങ്ങനെ 10-100 വണ്ടിയുടെ ഇടയ്ക്ക് സംസാരിക്കാം. അത് ലാഗടിച്ച് അവിടെ നിന്നിട്ട് കണഞ്ഞ് പിയല് കൂടി എപ്പോ പോയാലും പുള്ളി എന്തെങ്കിലും വണ്ടിയും പൈസയൊക്കെ തരും. ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇവനെ കൊണ്ട് പോവാം. എന്നാ ഞാൻ പറഞ്ഞു വരുന്നോ? ഞാൻ പറഞ്ഞു വണ്ടി വരുവാണെങ്കിൽ ആ വണ്ടി കിട്ടാണ്. ആ വണ്ടി കിട്ടി. വണ്ടി അപ്പുകൊട്ട പറഞ്ഞ വണ്ടി കാര്യോട് പറഞ്ഞത്. അത് അപകടന് ഓ അതിലേക്ക് എടാ ഇതിനകത്ത് ചെരുപ്പിട്ട് കയറല ഇനി ആരും. ദൈവമേ ക്ഷമിക്കണം, ചെരുപ്പൂരി കയറണം കേട്ടോ എല്ലാരും. പിത്തൽജി ഉറങ്ങുന്ന സ്ഥലമാണ് ഇത് അതെ, ചേട്ടാ. ഇനി പലരും ഉറങ്ങാൻ പോണ സ്ഥലമാണ്. ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ ഇനി. ഇവിടെ വരുമ്പോ തന്നെ പിത്തൽജിയുടെ ഒരു മണവും പ്രസൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. തീർത്ഥത്തിന്റെ ഒരു മണം. നാറ്റുണ്ട്. അത് പൂച്ചയുടെ അപ്പിയുടെ മണം അത്. എടാ ചന്ദ്രൻ നേരത്തെ ചന്തിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു. ആരുടെ? അവന് ചന്ദ്രന്റെ തന്നെ. അശ്ശേ. ആ, ചെരുപ്പിടട്ടെ. ചെരുപ്പിടണ. ഞാൻ പിത്തൽജിയുടെ ആത്മാവ് പോലെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. മനസ്സിലായണ്ണ? എടാ എന്താ വാറ്റുകോകുന്റെ ബോഡി എവിടെന്നെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പേടിച്ചു അതൊന്ന് അറേഞ്ച് ചെയ്യണേ പ്ലീസ്. ആ ബോഡി ഒന്ന്. അവൻ കായപ്പുറത്തിലൊരു ഒരു എണ്ണ കമ്പനിയിലാണ് അവസാനം പോയത്. എണ്ണ കമ്പനിയില് ഒന്ന് ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അത് ഒന്ന് റീകൺഫേം ചെയ്ത് നോക്കാം നമുക്ക്. അതെ അത് വിട്ട് കളയാൻ പാടില്ല. അതായത് അവനൊരു വാറ്റിയിട്ട് അണ്ണാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നേരെ പോയണ്ണ, നേരെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വണ്ടി കൊണ്ടുപോയി എന്റെ ഏതോ കുണ്ണ.